ഹലോ ഹായ് ഗൈസ്, എല്ലാവരും സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ആർക്കൊക്കെ ഫ്രൂട്ട് സലാഡ് ഇഷ്ടമാണ്? എനിക്ക് ഈ ഫ്രൂട്ട് സലാഡ് ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിലുള്ളവർക്കും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ഈ വേനൽക്കാലത്ത് ഭയങ്കര ചൂടല്ലേ, പുറത്തൊക്കെ പോയി വന്ന് കഴിഞ്ഞ് ഒരു തണുത്ത ഫ്രൂട്ട് സലാഡ് കഴിക്കാൻ ആരാ ഇഷ്ടപ്പെടാത്തത്? അപ്പോൾ ഇന്ന് ഞാനൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇപ്പോൾ സമയം രാത്രിയാണ്. പെട്ടെന്ന് ഉണ്ടായൊരു ഐഡിയ ആണ്. നമ്മുടെ അടുത്ത് തന്നെ കടകളിൽ പോയി സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന്. ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് 3 പാക്കറ്റ് പാലാണ് പൊട്ടിച്ചൊഴിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എത്രയാണ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താ ചെയ്യാം. അങ്ങനെ പാൽ തിളപ്പിക്കാൻ വെച്ചു. അതിലേക്ക് നമ്മളുടെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ പാൽ തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് എന്താ കസ്റ്റേർഡ് പൗഡർ, ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻറ്റ് കസ്റ്റേർഡ് പൗഡറാണല്ലോ. ഒരു കുഞ്ഞി കപ്പ് നമ്മൾ പാൽ തിളപ്പിക്കാൻ വയ്ക്കുമ്പോൾ കുറച്ച് പാൽ മാറ്റി വയ്ക്കണം. ഒരു അര ഗ്ലാസ് പാലിലേക്ക് ആവശ്യമായിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കണം. കസ്റ്റേർഡ് പൗഡർ ശരിക്കും വേണ്ടത് 400 ml പാലിന് 3 സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. അപ്പോൾ ഇതൊരുപാട് ഇട്ടാൽ ഭയങ്കര ക്രീമി ആയിട്ട് നിൽക്കും. കുറവാണെങ്കിൽ ഇത്തിരി വെള്ളം പോലെ ആയിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് അങ്ങോട്ട് ക്രീമി ആയത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിനാവശ്യമായിട്ടുള്ള പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ അത് പാലിലിട്ട് നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാണ്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. ഈ നേരം കൊണ്ട് നമ്മുടെ പാല് തിളയ്ക്കാതെയും അടിപിടിക്കാതെയൊക്കെ നോക്കണം, തിളച്ച് പോവാതെ നോക്കണം. അപ്പോൾ പാലവിടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ മിക്സ് ചെയ്ത കസ്റ്റേർഡ് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതൊരിക്കലും ഈ കസ്റ്റേർഡ് പൗഡർ നേരിട്ട് ഈ തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ഇടാൻ പാടില്ല, അത് കട്ട പിടിച്ചു പോകും. അതുകൊണ്ടാണ് ഈ പച്ചപ്പാലിൽ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായി തിളച്ചിട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. ഞാനിവിടെ മുന്തിരി, ആപ്പിൾ, അനാറൊക്കെയാണ് ആവശ്യമായിട്ടുള്ള ഫ്രൂട്ട്സ് നമുക്ക് കിട്ടുന്നത്, നമുക്ക് ആവശ്യമുള്ള ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതായിരുന്നു. അതുകൊണ്ട് ഇത്രയും ഫ്രൂട്ട്സാണ് കട്ട് ചെയ്ത് മാറ്റി വച്ചിരിക്കുന്നത്. നമ്മൾ പാല് കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്ത പാല് തിളച്ച് കഴിഞ്ഞാൽ അത് മാറ്റി വെച്ച് അതിൻ്റെ ചൂടാറണം. ആ ചൂടാറേണ്ട സമയത്ത് നമുക്ക് ഈ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്ത് വയ്ക്കാം. ഇപ്പോൾ പാലൊക്കെ തണുത്ത് വന്നു. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഓരോന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ആദ്യം അനാറിട്ടു, പിന്നീട് ഓരോരോ ഫ്രൂട്ട്സായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. കസ്കസ് ഉണ്ടെങ്കിൽ അതൊരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളത്തിൽ കസ്കസ് മിക്സ് ചെയ്ത് മാറ്റിയെടുത്ത് വയ്ക്കണം. അതൊരു അരമണിക്കൂർ ഇരിക്കുമ്പോഴത്തേനും അത് വീർത്ത് വന്നോളും. അങ്ങനെ ഇതൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്രൂട്ട്സ് എല്ലാം കൂടി ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. കാണുമ്പോൾ തന്നെ ഒരു സാറ്റിസ്ഫൈയിങ് ആണ്. കണ്ടില്ലേ, നല്ല രസമല്ലേ കാണാൻ തന്നെ. അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്ത് അതിലേക്ക് നേരത്തെ കുതിർത്ത് വെച്ച കസ്കസും കൂടി ആഡ് ചെയ്ത് അതും നന്നായി മിക്സ് ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ രാത്രിയാണ് ഉണ്ടാക്കിയത്. ഞാൻ ഫ്രിഡ്ജിലേക്ക് ഒരു രാത്രി മൊത്തം വെച്ച് രാവിലെ ഞാൻ അങ്ങനെ കൊണ്ട് എടുത്തു വെച്ചു. ഫ്രിഡ്ജിൽ വെക്കണ വീഡിയോ എടുക്കാൻ മറന്നുപോയി ഗൈസ്. അങ്ങനെ ഞാനത് ഫുൾ മിക്സ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റി
ഫ്രിഡ്ജിലേക്ക് കയറ്റി എടുത്ത് വയ്ക്കുകയാണ് ചെയ്തത്. ഇത് പിറ്റേ ദിവസം ഒരു ഉച്ചയാകുമ്പോഴത്തേനും എടുത്തപ്പോഴേക്കും ഇത് തണുത്ത് അടിപൊളി തണവും മധുരവും ടേസ്റ്റൊക്കെ ആയിട്ട് അടിപൊളി ഒരു ഫ്രൂട്ട് സലാഡ് തന്നെയായിരുന്നു. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഒരു ശുഭദിനം ആശംസിക്കുന്നു. അപ്പോൾ ബൈ ഗൈസ്, അടുത്ത വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.